ഹലോ ഗായ്സ്, അപ്പം സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു തൃശ്ശൂരുള്ളൊരു നല്ല വൈബുള്ള സ്ഥലത്തേക്ക് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയി കാണേ. ടാറ്റാ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണിത്, ചിന്നു. അദ്വൈതി എന്നാണ് പേര്, ഞാൻ ചിന്നു എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അതേതാ സ്ഥലം, വഞ്ചിക്കുളം. ഇവിടെ 2-3 ദിവസം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഡേ ആയപ്പോഴോട്ടെ വന്നത്, സൺഡേ ആയപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, സമയം ഇല്ല. അപ്പോൾ ഇവിടെ കുറേ ലൈക്സ് ഒക്കെ എഴുതി, പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഒരു കളിപ്പാട്ടം പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും ചിന്നും തല്ലൂടാൻ പോലെ ചെയ്യാണ്, നീ കയറി ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാംസും സ്റ്റോളൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. വഞ്ചിക്കുളം അടിപൊളി സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയത് തന്നെയാണ്. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്കൊരു തോന്നൽ, ഒരു മുഖത്തൊരു പെയിൻറ്റിങ് പോലത്തെ കുറേ കാർട്ടൂൺ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി കാണിച്ചു തരാണ് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലത്തെ അങ്ങനത്തെ വേണം ഇങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾ രണ്ടുപേരും 2 ഒരേപോലത്തെ എടുത്തു. എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു, അവൾക്കത് വേണമെന്ന് വാശി പിടിച്ചു. പക്ഷെ കളർ ചേഞ്ചിങ് കേട്ടോ ഞങ്ങൾ ചെയ്യണത്. അവൾ ബ്ലൂ ആൻഡ് പിങ്ക് ആണ്, ഞാൻ വയലറ്റ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മയും ഞങ്ങളുടെ അമ്മമാരെ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെയ്ത് കഴിയാറായി. ഇതേ ഞങ്ങൾക്ക് വരയ്ക്കാണ് കേട്ടോ, ഒരു വൈറ്റ് കളർ പെയിൻ്റ് കൊണ്ട്. ഞാൻ ഒന്നറിയാണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട്. ആദ്യമായിട്ട് ഞാൻ എങ്ങനെ മിണ്ടാണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഞാൻ തലങ്ങും വിലങ്ങും മറയ്ക്കാറുണ്ട്. പക്ഷേ കുറച്ച് സൈലൻ്റായിട്ട് ഇളകിക്കഴിഞ്ഞാൽ ആകെ തെറ്റെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു വിധത്തിൽ അങ്ങനെ കഴിയാറാവാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡിസൈൻസ് ആക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൂർണ്ണമായിട്ട് കഴിയും. ഗൈസിന് കുത്തുകളും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ കഴിയാറായി എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കഴിയും എനിക്കറിയില്ലല്ലോ, അവർ ചെയ്യണ്ടല്ലേ. അപ്പോൾ ലാസ്റ്റ് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഏകദേശം കഴിയാറായി. അവർ എൻ്റെ പർപ്പിൾ കളറായിട്ട് അവർ ഒരു കണ്ണാടിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ക്യാരറ്റ് വരയ്ക്കുന്നതാണ്. ഒരു ചേച്ചി കാർട്ടൂൺ ക്യാരറ്റ് പോലെ ചിന്നു എൻ്റെ ഫ്രണ്ടിനെ വരയ്ക്കണം. എൻ്റെ കഴിഞ്ഞു കേട്ടോ ഗായ്സ്, എൻ്റെ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് എന്നെ നോക്കാനുള്ള എക്സ്പ്രഷനാണ് ഗായ്സ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ചേച്ചി ഡോൾഫിൻ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിന്നോടെ ഫൈനൽ ഇതാണ് കേട്ടോ, കാർട്ടൂൺ പോലെയാണ്. അവൾ പറയാ എനിക്കിത് പിടിച്ചിട്ടില്ല പറഞ്ഞിട്ട്. പിന്നെ അവൾ കണ്ടോ ഒരു വഞ്ചി പോലെ സംഭവമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ പറ്റില്ല, ഇത് പേപ്പർ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഇരിക്കാനൊക്കെ നല്ല വൈബ്, ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ കൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിൻ്റെ അവിടെയാണ് കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. പിന്നെ ഇത് ഡോക്ടർമാരുടെ എന്തോ ഒരു സ്പീച്ച് പോലെ എന്തൊക്കെ സംഭവമാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞതേ വഞ്ചി കണ്ടു. ഞങ്ങൾ കണ്ട വഴിക്ക് അത് ഓടി. അതിൽ കയറാൻ പറ്റുമെന്നൊക്കെ ഒരു ആൻറ്റിയോട് ചോദിച്ചു നേരത്തെ. ഞാൻ മീനൊക്കെ തൊട്ട് നോക്കണ്ടിട്ടോ, അത് മീനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിന്നു പറയാം അത് വേറൊരു ചേട്ടൻ പഠിച്ചതാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എൻ്റെ അമ്മയും പിന്നെ ചേച്ചിയും പിന്നെ അവളുടെ അമ്മയും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതേ കുറച്ച് സ്റ്റാമ്പ്സും കത്തുകൾ പോലെ എന്തൊക്കെയോ ജേർണലിങ് സ്റ്റാമ്പ്സ്, പിന്നെ ജേർണലിങ് ബുക്സ് പോലത്തെ. അപ്പോൾ ഞാനത് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അതവിടെ വെക്കിടി എന്ന് പറഞ്ഞിട്ട് ഓലിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ജേർണലിങ് സെറ്റ് ഉണ്ട്, അത് ഞാൻ വൈകാതെ തന്നെ വേറെ വീഡിയോ ചെയ്യാൻ കേട്ടോ. ഇവിടുത്തെ ഓല കൊണ്ട് കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കമ്മലും ആക്സസറീസും ഉണ്ട്. ഈ മോതിരം ഉണ്ടെന്നാണ് മഞ്ചാടിക്കുരു കൊണ്ടൊക്കെ. ഞാൻ ആദ്യം നോക്കണ ലിപ് ബാമാണ്. ലിപ് ബാം എന്ന് പറഞ്ഞ് ഇഷ്ടമാണ്. പിന്നെ ഓല കൊണ്ട് കുറേ സംഭവങ്ങൾ, വ്യത്യസ്ത തരമായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്. പിന്നെ എന്നോട് ചോദിക്കണേ മോളെ ഇത് എടുത്തോ, നല്ലതാണ്, ഇത് വേണമെങ്കിൽ എടുത്തോ. അത് മാത്രമല്ല ഇവിടെ എന്തിട്ട് മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ ഉണ്ട്, ഈശോൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഒരു കാർഡ് തരും, ആ കാർഡിൻ്റെ ബാക്കിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പാഴ്സലായിട്ടും തരും. അത് മാത്രമല്ല
ഡെലിവറി ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സസാണ് ഡിസൈൻ ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം പേജാണ്. ചേട്ടന്മാരുടെ അടിപൊളി മ്യൂസിക് ആണ്, നിങ്ങൾ കേട്ടോളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അവർ പാടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കേട്ടോളൂ. എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വരച്ച പടങ്ങളാണ്, എല്ലാവരും വരച്ച പടങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കണ്ണിൻ്റെ ചിത്രം, പിന്നെ അമ്മയുടെ ഒരു വീഡിയോ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളിത് ജിമ്മിൻ്റെ പാർക്കും എന്ന് പറയാൻ ജിമ്മും പറയുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വഴക്കാവിയതുകൊണ്ട് ഒരുമിച്ചേക്ക്. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഓളിട്ടിട്ട് ഞങ്ങൾ എൻ്റെ അമ്മ വാങ്ങി തന്നു കേട്ടോ. പിന്നെ മാജിക് ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം നെട്ടിയിട്ടോ, തലയില്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ. അപ്പോൾ ചിന്നുവിന് എന്തോ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും ചിന്നും ഐസ്ക്രീമൊക്കെ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ആരും ഇരുന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഇരുന്നിട്ടുള്ളൂ, കാല് കയറ്റി. പിന്നെ അല്ല കുറച്ച് ലൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതെ ഏറുമാടം അപ്പോൾ കയറിയിട്ട് ചിന്നു ചിരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ജോക്കർ, ഞങ്ങൾ പോവാൻ നിൽക്കുന്ന നേരത്ത് അവിടെ വേറെ ജോക്കർ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ഫാമിലിയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നോളൂ. നല്ലൊരു സ്ഥലമാണ്. ടാറ്റാ ബൈ.